ഇന്ന് എന്റെ ദിവസം വേണ്ട പക്കേല. 10 ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ മിസ്സായി പോയടാ. ബൂത്ത് ഒളിമ്പിക്സ് നടക്കാൻ പോവുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഷൂട്ടറാണ് മെഡൽ അടിച്ചുകൊണ്ട് പോകാൻ പോകുന്നത്. പക്ഷെ നിനക്കൊന്നും തന്നെ കിട്ടാൻ പോണില്ല. അയ്യേ, പക്കേലയെ കുറിച്ച് നീ അറിയാതെ പറയരുത്. ആവശ്യമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കരുത്. പ്രാക്ടീസ് ചെയ്താൽ എല്ലാം വരുമെന്നേ. പെർഫെക്റ്റ് ഷോട്ടൊക്കെ അടിപൊളിയായിട്ട് ചെയ്യൂലേ. നിന്നെ കൊണ്ട് ഇപ്പഴേ ഷോട്ട് അടിക്കാൻ പറ്റത്തില്ല, പിന്നെ നീ എപ്പോഴാ അടിക്കാൻ പോണത്? പക്ഷെ നീ എന്നെ കണ്ടില്ലേ, കണ്ണ് കെട്ടി കളിച്ചാലും എനിക്ക് അതിന്റെ ഗെയിം കിട്ടും, അറിയോ? എന്താ മോനെ നിന്റെ മുഖത്ത് ഇങ്ങനെ സങ്കടം തോന്നുന്നത്? ശരി വാ, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ലോക്കിയുടെ സാൻഡ്വിച്ച് അടിപൊളിയായിരിക്കും. ലോക്കിയുടെ സാൻഡ്വിച്ചോ? നീ ഒരു കാര്യം ചെയ്യ്, ഇതിന് സമ്മാനമായിട്ട് അത് തന്നാലേ നീ തന്നെ കഴിച്ചോ, എനിക്ക് വേണ്ട. അതിനുശേഷം വിശക്കണമെന്നും പറഞ്ഞ് നീ ബഹളം വയ്ക്കാൻ തുടങ്ങില്ലേ? നീ തോറ്റു പോവടാ പക്കേല. അത് കണ്ടില്ലേ, നിന്റെ തൊട്ടടുത്ത് വന്നിട്ട് നീ അത് മിസ് ചെയ്തില്ലേ? എടാ പക്കേല വേണ്ട, അത് വലിയൊരു ആയുധമാണെന്നാ തോന്നുന്നത് കേട്ടോ. വേണ്ട വേണ്ട, ഞാൻ അപ്പഴേ എന്റെ അടുത്ത് പറഞ്ഞല്ലേ, നീ അത് കേട്ടോ? ഇപ്പൊ കണ്ടില്ലേ, ലോകം മുഴുവൻ അപകടത്തിൽപ്പെട്ട പോലെ തന്നെ ആയില്ലേ? ഇതിനൊക്കെ കാരണം നീ തന്നെയാ. ഓൺലി ബിക്കോസ് ഓഫ് യു. നീ പേടിക്കുമ്പോ ഇംഗ്ലീഷ് പറയോ? പറഞ്ഞു പോലും ഇല്ലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും ഇതിന് ജയിക്കണമെന്നല്ലേ വിചാരിച്ചത്. വിശ്വാസത്തോടെ മത്സരിക്കാന്ന് കരുതിയതാ, പക്ഷെ അത് ഇങ്ങനെ ആവുമെന്നൊന്നും ഞാൻ കരുതിയില്ല. ഇത് വളരെ മോശമായി പോയി. അത് കണ്ടില്ലേ, അതിലുള്ള വീഡിയോ ഇവിടെയുള്ളവരൊക്കെ കാണാൻ പോവുകയാണ് ഇപ്പോ. അതിനുശേഷം നീ ഭയങ്കരമായിട്ട് ഫേമസ് ആവാൻ പോവുകയാണ്. എന്റെ അമ്മോ, ഭൂതം ബോസ് ഈ വീഡിയോ കാണും, അങ്ങനെയല്ലേ? യെസ്, ഓൾ ദി ബെസ്റ്റ് പക്കേല, ഓൾ ദി ബെസ്റ്റ്. ഭൂതം ബോസിന്റെ വീഡിയോ കണ്ടെന്നാ തോന്നുന്നു. ഭൂതം ബോസേ, പക്കേല ബുദ്ധിശാലിയാണെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടാത്ത വെടിത്തരമൊക്കെ ചെയ്തു വെച്ചു. ഇപ്പോഴേ ആ കഥയെ കുറിച്ച് പറയണ്ട, അതിനേക്കാളും വലിയൊരു കഥ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതെന്താ കാണുന്നത്? പക്ഷെ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരാളെ പോയി കാണണം. നീ മാത്രം എങ്ങനെയെങ്കിലും രക്ഷപ്പെടോടാ പക്കേല. ഇതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടോ പക്കേല? ഒന്ന് നിർത്തുന്നുണ്ടോ തക്കേല? ഭൂതം ബോസ് പറഞ്ഞില്ലേ കുറച്ച് ജോലിയുണ്ടെന്ന്, അത് ചെന്ന് നോക്കിയാലോ? തക്കേല പക്കേല, ഇത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അപാര ശക്തി നമ്മുടെ ഭൂതലോകത്തിലുള്ളത് തന്നെയാണ്. കേട്ടല്ലോ, ഇത്രയും വലിയ കാര്യമുള്ളപ്പം എന്റെ ഈ കാര്യം വലുതായിട്ടൊന്നും എടുക്കില്ലെന്നേ. പക്ഷേ ഭൂതം ബോസിനെ ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. തക്കേല, നമുക്ക് നമ്മുടേതായ ചില രീതികളുണ്ട്. നമ്മുടെ ജോലി എല്ലാവരെയും സംരക്ഷിക്കുക എന്നതാണ്. ഇതാണെങ്കിൽ വളരെ പഴയൊരു ശക്തിയാണ്, മനസ്സിലായോ? ഓ, അങ്ങനെയാണെങ്കിൽ ഇതിന് വലിയ ആപത്തൊന്നും വരില്ല അല്ലേ? ഇല്ല, ഇത് കൈയടക്കാൻ ഒരുപാട് പേര് പരിശ്രമിക്കുന്നുണ്ട്. അത് അവരൊരു പവർഫുള്ളായ ഏലിയനാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരാളെ പോയി കാണണം. ആരാ? അദ്ദേഹമാണ് പ്രൊഫസർ എത്യാസി. പ്രൊഫസർ എത്യാസിക്കോ? അവർക്ക് ഇതിനെ കുറിച്ചൊക്കെ ശരിക്കും അറിയാമോ? അതെ ഭൂതം ബോസേ, അദ്ദേഹത്തെ കണ്ട നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുമോ? നമുക്ക് അറിയാവുന്ന ആള് തന്നെയാണ്. പക്ഷേ ലോകത്തിന് വലിയൊരു ആപത്ത് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല, മനസ്സിലാവുന്നുണ്ടോ? വരൂ.
ഉത്തരം കിട്ടി. നമ്മൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചെന്നാണ് തോന്നുന്നത്. വരൂ, അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കൂ. പ്രൊഫസറെ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ അറിയാതെ ഡിസ്റ്റർബ് ചെയ്തതാണ്. നിങ്ങള് ഡിസ്റ്റർബ് ചെയ്തു? അങ്ങനെയൊന്നുമില്ല. ഞാനൊന്നും ഉറങ്ങായിരുന്നില്ല, ഞാനൊരു റിസർച്ചിലിരിക്കുകയായിരുന്നു, അല്ലാതെ വേറൊന്നുമല്ല. എന്ത് റിസർച്ച് ചെയ്തോണ്ടിരുന്നു പ്രൊഫസറെ? നിങ്ങളൊക്കെ ആരാണ്? ബോസേ, ശരിക്കും സൂക്ഷിച്ചു നിൽക്കണം കേട്ടോ. ഓക്കേ. അത് ഇപ്പൊ നിങ്ങൾ എന്താണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പ്രൊഫസർ? എന്റെ റിസർച്ചോ? ഞാൻ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് റിസർച്ച്. വെരി ഗുഡ് പ്രൊഫസർ. എന്റെ പേര് ഭൂതം ബോസ് എന്നാണ്. നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇവര് രണ്ടുപേരും ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ആരെന്ന് പറയൂ? ഞാനാണ് തക്കേല, പിന്നെ ഇവന്റെ പേരാണ് പക്കേല. രണ്ടുപേരുടെയും പേര് നല്ല മാച്ചിങ് ആണല്ലോ. നിന്നെ തക്കാവുവാന്നും പറയും, ഇവനെ പക്കാവുവാന്നും പറയും. വെരി നൈസ്. പ്രൊഫസർ, ഞങ്ങളുടെ ലോകത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഒരുപാടുണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കും? സീസണും ക്ലൈമറ്റും ചേഞ്ച് ആക്കുന്നത് സാധാരണയായിട്ട് നടക്കുന്നതല്ലേ. ഇതല്ല ഒരു ചോദ്യമായിട്ടാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത്. ഒരുപാട് മരങ്ങൾ നട്ടാലേ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുള്ളൂ. ഓഹോ പ്രൊഫസറെ, ഞാൻ ഭൂമിയെ കുറിച്ചല്ല പറഞ്ഞത്, ഭൂതലോകത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഭൂതലോകമോ? ഞാനും ഭൂതമാണോ? എന്താ ഈ പറയുന്നേ? അതൊരു വലിയ കഥയാണ് പ്രൊഫസറെ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശക്തിയെ ഒരു സ്ഥലത്ത് മനുഷ്യര് അടച്ചു വെച്ചിരുന്നു. അടുത്തെവിടെങ്കിലും സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നെങ്കിൽ നീന്താമായിരുന്നില്ലേ? ഇതേപോലെ കഥയെന്ന് മാറിപ്പോവാതെ നീന്തലിന് ഇതിന് ഒരു ബന്ധവുമില്ല. ഇന്ന് കാലത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞങ്ങളുടെ ഭൂമിയിലുള്ള ക്യാമറയിൽ റെക്കോർഡായ ഒരു കാര്യം കണ്ടു. അത് കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ അതിശയം തോന്നി. ഒരു കൊടുങ്കാറ്റിനെയാണ് ഞാൻ കണ്ടത്. എന്ത് കൊടുങ്കാറ്റോ? മല്ലിക കൊടുങ്കാറ്റിനെ പറ്റിയാണോ പറയുന്നത്? മല്ലിക കൊടുങ്കാറ്റോ? മല്ലിക കൊടുങ്കാറ്റോ? ഞാനൊന്നും പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെ പറയല്ലേ പ്രൊഫസറെ, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരൂ. അതായത് എന്താന്ന് വെച്ചാ 2000 വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഡൈനോസറുകളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ആ കാലഘട്ടത്തില് നടന്നൊരു കഥയാണിത്. മല്ലിക കൊടുങ്കാറ്റെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തില് കൂഫു രാജവാഴ്ചയിൽ വന്നൊരു കൊടുങ്കാറ്റാണ്. മല്ലിക എന്ന് വെച്ചാൽ കൂഫു രാജാവിന്റെ രാജഭരണം കൈക്കലാക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം. എന്തിനാ സാറേ ബ്രേക്ക് വിടുന്നത്? ഇതിന്റെ ഇടയിൽ കയറി ആരും സംസാരിക്കില്ല, ഞാൻ മറന്നുപോകും. ഒരു ദിവസം അവരൊരു തീരുമാനമെടുത്തു. അവരുടെ കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക കോലും കയ്യിലുണ്ടായിരുന്ന വളകളും അവരുടെ കിരീടവും വെച്ച് രാജാവിനെ ബന്ധിയാക്കണമെന്ന് തീരുമാനിച്ചു. ഇത് മനസ്സിലാക്കിയ കുഫു രാജാവ് എന്താ ചെയ്തെന്ന് വെച്ചാൽ അവരോട് പോരാടാൻ തീരുമാനിച്ചു. ഇതൊരു വലിയ പോരാട്ടമായി തന്നെ മാറാൻ തുടങ്ങി. മല്ലികയുടെ അട്ടഹാസം കൂടുതലാവാൻ തുടങ്ങിയപ്പോൾ ഒരു കൊടുങ്കാറ്റിനെ കീഴ്പ്പെടുത്തുന്നത് പോലെ ഇവരെ ഒരു ശില്പം പോലെ ബന്ധിച്ചു. ഭൂതം ബോസേ, ഇയാള് പറയുന്നതൊക്കെ സത്യമാണെങ്കിലേ അതെന്തിനാ നിങ്ങൾ ശക്തിയാണെന്ന് പറഞ്ഞത്? നമ്മുടെ ഭൂതലോകത്തിന് ഇവർക്കും എന്താണ് ബന്ധം? ഇതൊരു വലിയ കഥയാണല്ലോ. ആദ്യം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കഥ കണ്ടിന്യൂ ചെയ്യാം. എപ്പോ നോക്കിയാലും തീറ്റയുടെ ചിന്തയേ ഉള്ളൂ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവസരം എന്താ കഥ തീർക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ എപ്പോഴാ ഭക്ഷണം കഴിക്കുന്നത്? എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? കൃത്യസമയത്ത് മാത്രം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. അങ്ങനെ സംഭവിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? മല്ലികയുടെ ഉദ്ദേശം വളരെ തെറ്റായിരുന്നു. അതിന് പറ്റിയ ശിക്ഷ രാജാവ് കൊടുക്കുകയും ചെയ്തു. ഇത്ര വർഷമായി മൂടിക്കിടന്നിരുന്ന ഈ രഹസ്യം ഭൂതം ബോസിന് ഈ രഹസ്യങ്ങളൊന്നും അറിയില്ല എന്നാ തോന്നുന്നേ. ഞാൻ ഇവിടെ തന്നെയുണ്ട് പ്രൊഫസർ. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാലല്ലേ അറിയൂ. എനിക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് തുമ്മല് വരുന്നോണ്ടേ എന്റെ മൂക്കെല്ലാം വേദനിക്കുന്നുണ്ട്. ഇത് നോക്കി, നിങ്ങളെ കണ്ടിട്ടൊരു ഡോക്ടറിനെ പോലെ ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. പ്രൊഫസർ, മല്ലിക എങ്ങനെ തടുത്തു നിർത്തിയെന്നൊന്ന് പറയാമോ? ഭൂതം ബോസേ, എനിക്ക് അതിനു മുമ്പ് ഒരു കാര്യം അറിയണം. ആ മല്ലികയെ ഭൂതലോകത്തിലും ഇല്ലാതെ പാതാളത്തിലും ഇല്ലാതെ രണ്ടിനും ഇടയിലുള്ള ലോകത്തിലാണ് അടച്ചു വച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
അത് മാത്രമല്ല അവരുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റും ആ കിരീടവും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നല്ലത് സംഭവിക്കാനും ചീത്ത സംഭവിക്കാനും ഒരുപാട് സാധ്യതയുണ്ട്. എന്തിനിങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നത്? എന്തെങ്കിലും ഒന്ന് നേരെയായിട്ട് പറയൂ. അതൊന്നും പറയാൻ പറ്റില്ല. ഇത്ര വർഷമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച അവൾക്ക് മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, തീർച്ചയായിട്ടും നല്ലൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഈ കഥയെക്കുറിച്ച് ഞാൻ എന്തിനറിഞ്ഞിരിക്കണം? ആ വീഡിയോ ഞാൻ എന്തിനു കാണണം? എല്ലാത്തിനും ഒരു കാരണം ഉണ്ടല്ലോ. ആ പ്രൊഫസർ, ഈ കഥയിൽ എങ്ങനെയാ ഭൂതങ്ങളൊക്കെ വരുന്നത്? അവരുപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങളോട് ആർക്കെങ്കിലും ആഗ്രഹം തോന്നിക്കാണും. സ്വർണ്ണാഭരണങ്ങളോ? അതിനുവേണ്ടി ആരെങ്കിലും ഇതിവിടെ കൊണ്ടുവന്നിരിക്കുന്നെന്നാ തോന്നുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്ര വിലയേറിയ സാധനമാണോ? ഇപ്പൊ ചോദിച്ചില്ല, ഇത് നല്ലൊരു ചോദ്യം തന്നെയാ. വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തൊരു സാധനമാത്. നീ എന്നെ ഒരുപാട് ശല്യം ചെയ്യുന്നു. സൈലൻസ് പ്ലീസ്. ഭൂതം ബോസേ, ഒരു പ്രധാന കാര്യമാണിത്. ആ ശില്പത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിങ്ങളിത് ശരിക്കും ശ്രദ്ധിക്കണം. വേറെ ആരുടെ കയ്യിലും ഇത് പെടാൻ പാടില്ല. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് സ്വർണ്ണം ഇഷ്ടപ്പെടുന്നവർ അത് എടുക്കുമെന്നുള്ളത്? എങ്ങനെ തടയും? അത് എവിടെ ഉള്ളതെന്ന് പോലും നമുക്കറിയില്ല. അല്ലാതെ പിന്നെ എങ്ങനെയാ? ഈ ലോകത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതിരിക്കില്ലല്ലോ. നിങ്ങൾക്കും ഇവിടെ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാരണം കാണും. കൂഫു രാജാവിന്റെ ദേഷ്യത്തിന് കാരണമായിരുന്ന അവളെ ശിക്ഷയ്ക്ക് വിധിച്ചു. അത് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആദ്യം തന്നെ ആ ശില്പം ആരും എടുക്കാതെ നോക്കണം. അത് എവിടെയാണുള്ളതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണം. ബോസ്, ഒരു കല്ലില് 2 മാങ്ങ. നമുക്ക് ലോകത്തെ രക്ഷിച്ചതുപോലെ ഉണ്ടാവും, സ്വർണത്തിനോട് കൊതിയുള്ളവർക്ക് ഒരു പാഠം പഠിപ്പിച്ചതുപോലെയും ഉണ്ടാവും. കിരീടത്തിനെ കുറിച്ചും ആഭരണങ്ങളെ കുറിച്ചും നന്നായിട്ട് പറഞ്ഞു. അല്ല, ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇതിനെ കുറിച്ചാണ് ഒരുപാട് നാളായിട്ട് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു സാധാരണ കിരീടമല്ല, അത് അത്ഭുതകരമായ മാന്ത്രിക ശക്തി ഉള്ളതാണ്. ആ മാന്ത്രിക ശക്തി കൊണ്ടാണ് രാജാവിനെ ബന്ധിക്കണമെന്ന് അവർ തീരുമാനിച്ചത് തന്നെ. അത് മാത്രം കിട്ടിയിരുന്നെങ്കിൽ ഈ ആകാശത്തിനെ സ്വർണം പോലെ ജ്വലിപ്പിക്കാൻ സാധിക്കും. വളരെ നന്ദി പ്രൊഫസറെ. ഭൂതം ബോസേ, കൃത്യസമയത്ത് പോയി നിങ്ങളത് തടഞ്ഞില്ല എങ്കിൽ വേറെ ആർക്കെങ്കിലും അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഭയങ്കര പ്രശ്നങ്ങളിൽ അകപ്പെടും. അതിനുശേഷം ഭൂതലോകവും പാതാള ലോകവും ലോകം മുഴുവനും പ്രശ്നങ്ങളിൽ പെടും. ഇതിൽ നിന്നും എല്ലാവരെയും രക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? എന്നാ ഞാൻ പോയിക്കോട്ടെ. എല്ലാം കിട്ടിയല്ലോ പ്രൊഫസറെ. വരൂ തക്കേല പക്കേല, ഇതിനു ശേഷം നമുക്ക് രംഗത്ത് ഇറങ്ങിയേ പറ്റൂ. ഡാം, ഡാം, ഡാം. വരൂ, നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. ഇത് നീ തുറക്കാൻ പറ്റാത്തോണ്ട് അങ്ങോട്ട് മാറി നിൽക്കായിരുന്നു അല്ലേ? എന്നെ ഇതിൽ പെടുത്തിയല്ലേ നീ? എടാ സുൽത്താനെ, ഈ ശരീരം വെച്ചോണ്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കണത്? അടിച്ചു പൊളിക്കാൻ നോക്കടാ പെട്ടെന്ന്. വേണമെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഒന്ന് സഹായിക്കാമെടാ. സുൽത്താൻ, സമയം കഴിയാറായി. ഇത്ര നേരമായിട്ട് ഇത് തുറക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഇതെങ്ങനെയും തുറക്കണം. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. സംസാരിക്കാൻ വലിയ എളുപ്പാ. വന്നത് തുറക്കാൻ നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും കാര്യം. പക്ഷെ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അടുത്ത് മല്ലികയുടെ ശില്പമുണ്ട്. ഇത് നോക്കിയേ, ഈ കല്ലിന്റെ ശില വെച്ചിട്ട് എന്ത് ചെയ്യാനായിട്ടാ? അതിലിരിക്കുന്ന സ്വർണമാണ് പ്രധാനം. നീയൊന്നും മിണ്ടാതിരിക്കണുണ്ടോ അവിടെ? ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? പിന്നെ വർത്താനം പറയാൻ നിൽക്കാം. ഞാനിതൊന്ന് ആദ്യം തുറക്കട്ടെ. വേഗം. നീ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിനക്ക് ഇവിടെ ഒന്ന് സഹായിച്ചൂടെ? എന്താ നീ എന്തായി പറയുന്നത്? സുൽത്താനെ കളിയാക്കാണല്ലേ? സുൽത്താൻ വലിയൊരാളാ, എല്ലാം അവൻ തന്നെ നോക്കിക്കോളും. ഞാൻ നിന്നെ സഹായിക്കാന്നൊന്നും പറഞ്ഞില്ല, ഒന്ന് കൂടെ നിന്നാ നന്നായിരിക്കുന്ന പറഞ്ഞത്. എന്തേ നിന്നെ കൊണ്ട് പറ്റില്ലേ? ഭൂതം ബോസേ, നമ്മൾ എന്തിനാ ടൂറിസ്റ്റുകളെ പോലെ ഇവിടെ വന്നിരിക്കുന്നത്? കയ്യോടെ നമുക്ക് ആ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിട്ടാണോ? നോക്കൂ, ഇതൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ അനുസരിച്ച് നമ്മുടെ ഗെറ്റപ്പും മാറ്റേണ്ടതല്ലേ? എങ്കിലല്ലേ കള്ളന്മാർക്ക് നമ്മളെ കണ്ട് സംശയം വരാതിരിക്കൂ. എന്തേ, നിനക്ക് മനസ്സിലായോ? പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ നടക്കുവോ? പല വർഷങ്ങളായി സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശില്പത്തെ കുറിച്ച് ഇന്ന് എന്തിനാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്? ഈ ലോകത്തെ രക്ഷിക്കുവാനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. ആരെക്കുറിച്ചും പേടിക്കണ്ട. നല്ലത് ചെയ്യുന്നവർ ഒരിക്കലും പേടിക്കരുത്. അത് ശരിയാണ്. ആ കിരീടം എടുക്കാൻ വേണ്ടിട്ട് എല്ലാവരും മത്സരിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കള്ളന്മാരെ നമുക്ക് ഓടിച്ചിട്ടടിക്കണം. പിന്നീട് നമുക്ക് ആ കിരീടം കിട്ടിയ ഉടനെ മിണ്ടാണ്ട് പറയാതെ ഇവിടുന്ന് രക്ഷപ്പെടണം. അതെ, ആ കിരീടത്തെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ജോലി. മറക്കരുത്. രണ്ടാമത്തേത് ഈ ലോകത്തെ രക്ഷിക്കണം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാലേ ഭൂതം ബോസേ?
ഇങ്ങനെയാണെങ്കിൽ ഇത് തുറക്കാൻ പറ്റില്ല എന്നാ തോന്നുന്നേ. ആ കിരീടവും സ്വർണവും അടിച്ചു മാറ്റാനായിട്ട് എന്തെല്ലാം പ്ലാൻ ചെയ്തതാണ്. സുൽത്താന് തോൽവിയില്ല, എപ്പോഴും വിജയം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ധൈര്യവാൻ ഞാനാണ്, ഏറ്റവും വലിയ ധീരൻ. തീർച്ചയായിട്ടും ഞാനിത് തുറക്കും. വന്നപ്പോ തുടങ്ങി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാണ്, ഒരു ജോലി ഇവിടെ നടന്നിട്ടില്ല. ആദ്യം തന്നെ അത് തുറന്നിട്ടില്ലല്ലോ, അത് പെട്ടെന്ന് തുറക്കാൻ നോക്ക്. ആദ്യം ശരി തന്നെയാണ്, തുറന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാന്നേ. അത് കൊള്ളാം. ഇത് തുറക്കാനായിട്ട് വേറെ മാർഗമൊന്നും കാണുന്നില്ലല്ലോ. വേറെന്തെങ്കിലും വഴി നോക്കിയേ പറ്റൂ. വേറെന്തെങ്കിലും വെച്ചാൽ എന്തെങ്കിലും വഴി വേഗം പറയേ. സുൽത്താനെ, ഇത് കണ്ടില്ല, ഇവൻ എപ്പോഴും നെഗറ്റീവായിട്ടേ സംസാരിക്കുള്ളൂ. നോക്കിയ ബക്ക, കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മല്ലികയുടെ കിരീടം എടുക്കാൻ പറ്റും. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിനെ നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ഇത് സാധിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളാണ് രാജാവും മന്ത്രിയും, എല്ലാം നമ്മൾ തന്നെ. സുൽത്താൻ, നീ പറഞ്ഞതുപോലെ നമുക്കിത് കിട്ടിയ ഉടനെ വലിയ ആൾക്കാരാവാലോ അല്ലേ? അതെ, തീർച്ചയായും. ആഹാ, ഒരു ജോലിയും ചെയ്യാണ്ട് ഇങ്ങനെ മനക്കോട്ടയും കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ. ഭൂതം ബോസേ, ആകാശത്ത് ഗോൾഡൻ ലൈറ്റ് ഉണ്ട്. പ്രൊഫസർ പറഞ്ഞില്ലേ അതുപോലെ. അങ്ങനെയാണെങ്കിൽ കള്ളന്മാര് സ്പോട്ടിൽ എത്തിന്നാ തോന്നുന്നത്. എന്നാ പിന്നെ കിരീടമുള്ള സ്ഥലം തുറന്നു കാണുമല്ലോ. ഓ, നമ്മൾ താമസിച്ചാണ് വന്നത്. ശരി, വരൂ. നമ്മൾ എത്രയും പെട്ടെന്ന് ആക്റ്റീവ് ആയാൽ മാത്രമേ ഈ ജോലി തീരുകയുള്ളൂ. അടിപൊളി സുൽത്താൻ, എന്തൊരു ഐഡിയ ഇത്. കിട്ടിയല്ലോ. എന്റെ ഐഡിയ അല്ലേ, അതൊരിക്കലും തെറ്റില്ല, തെറ്റാറുമില്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. നീ എന്ത് പറയുന്നു? പറ. അതിപ്പോ തുറന്നല്ലോ, ഇനിയിപ്പോ ഞാനെന്ത് പറയാനായിട്ടാ? ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചതിന് ശേഷം ഇത് കിട്ടിയത്. എത്ര പ്രാവശ്യം തോറ്റാലും നമ്മൾ തുടർന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. വേണമെന്ന് വെച്ചാൽ നിങ്ങളും എന്റെ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനായിട്ട് കൂടെ നിന്നോളാം സുൽത്താൻ, അതാണ് സത്യം. ഓ, നീ എന്താണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കണത്? ആരാധകൻ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കാല് വാരാനായിട്ടല്ലേ? മിണ്ടല്ലേ, അങ്ങനെയൊന്നുമില്ല. തക്കേല പക്കേല, അവരെ വിടരുത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിന്നോളാം കേട്ടോ. ഞാൻ പോയി അവരെ നോക്കിയിട്ട് വരാം. ഇവനെങ്ങനെയാ വായുലിങ്ങനെ നിക്കണത്? ഇവനെന്താ ഇങ്ങനെ വായുവിൽ പറന്നുകൊണ്ടിരിക്കുന്നത്? സുൽത്താൻ, നിങ്ങൾ മാറി നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. വേണ്ട, നിക്കേ. അവരൊക്കെ വലിയ ആൾക്കാരാണെന്നാ തോന്നുന്നത്. അവരുടെ അടുത്ത് പോയി അടി വാങ്ങിക്കണ്ട. നീയും പോകണ്ട, അവനും പോകണ്ട, ആരും പോകണ്ട. ഇത് നോക്കിയേ, നിങ്ങളൊക്കെ കള്ളന്മാരല്ലേ? ഞങ്ങളുടെ കയ്യിലുള്ള സാധനം മോഷ്ടിക്കാനല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുതരാൻ പോകുന്നില്ല. പോടാ, പോയി അവരെ നേരിടാൻ നോക്ക്. ഇപ്പോഴല്ലേ നിന്നോട് പോകല്ലേന്ന് പറഞ്ഞത്, അപ്പോഴേക്കും വാക്ക് മാറ്റി. എന്റെ അടി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് 3 പേർക്കും അടിയുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, നിന്റെ പേര് ജോബിയാണ്. സുൽത്താൻ പറയുന്നത് മാത്രമേ ഞാൻ അനുസരിക്കുള്ളൂ. നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ അനുസരിക്കാൻ പോകുന്നില്ല. നിങ്ങളോട് മറുപടി പറയാൻ എനിക്ക് സമയമില്ല. നിങ്ങളെ 3 പേരെ ഞങ്ങൾ വിടാനും പോകുന്നില്ല. ഇത് നോക്കിയേ, ഞാൻ നിങ്ങളെ 3 പേരെയും വോൺ ചെയ്യുകയാണ്. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ 3 പേരും ഭൂതലോകത്തിൽ നിന്നാണ് വരുന്നത്. ഞാനാണ് ഭൂതം ബോസ്, ഇയാള് തക്കേലയും ഇയാള് പക്കേലയും. നിങ്ങളുടെ കയ്യിലുള്ള കിരീടം വാങ്ങിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഭൂതമോ? വെറുതെ കള്ളം പറയല്ലേ. ഈ സാധനം മോഷ്ടിക്കാൻ വേണ്ടി വന്നതല്ലേ? ഇത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട സാധനമാണ്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പോലീസിനെ പിടിച്ചേൽപ്പിക്കും. മനസ്സിലായോ? സുൽത്താൻ, നിങ്ങൾ കള്ളനാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇത് നിങ്ങൾ എടുത്തതുകൊണ്ട് മല്ലിക വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ മുഴുവൻ ലോകവും നശിപ്പിച്ചു കളയും. സുൽത്താൻ, ദയവ് ചെയ്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു ആപത്തും വരാതെ രക്ഷപ്പെടുത്തണം. ആ കിരീടം ഞങ്ങളെ ഏൽപ്പിച്ചേക്കൂ. പറ്റില്ല, ഈ ക്രൗൺ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ബക്ക, ആ ക്രൗൺ എന്റെ കയ്യിലേക്ക് തന്നെ. അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും നിനക്ക് മനസ്സിലായില്ലേ? എടാ, നിങ്ങൾ 3 പേരും കൂടി എന്നെ എന്തിനാ വായിൽ നിർത്തി വെച്ചിരിക്കുന്നത്? എന്നെ താഴേക്ക് ഇറക്കി വിടെ. നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? ഈ ക്രൗൺ കയ്യിലുണ്ടെങ്കിൽ മല്ലിക വരൂ. അവര് വരും. ഈ ലോകത്തെ രക്ഷിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ നല്ലവർക്ക് നല്ലവരും ശത്രുക്കൾക്ക് ശത്രുക്കളുമാണ്. മനസ്സിലായി? വേഗം, സമയമില്ല, ഒന്ന് പെട്ടെന്ന് താ. അപ്പൊ പിന്നെ മല്ലികയ്ക്ക് രൂപവും കിട്ടും, മോചനവും കിട്ടും. അതിനുശേഷം ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ പോലും പറ്റില്ല. നിങ്ങളെയും ചേർത്ത് രക്ഷിക്കുവാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്.
തെറ്റ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾ അതിന് ശിക്ഷിക്കപ്പെടും. വാ വാ പക്കേല, വരെ വാ. സുൽത്താൻ, മല്ലിക വന്നാലുണ്ടല്ലോ പിന്നെ നിന്റെ സ്ഥിതി തന്നെ മാറിപ്പോവും. കണ്ടോ, ഞാൻ നിനക്ക് നല്ലത് ചെയ്യാനാണ് വന്നത്. അത് ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ തന്നെ. പറയുന്നത് വിശ്വസിക്കാനും പറ്റില്ല, ഇത് തരാനും പറ്റില്ല. നിങ്ങൾ ആരും രക്ഷിക്കാനൊന്നും വന്നതല്ലോ. നിങ്ങൾ ദൈവമൊന്നല്ല, കള്ളന്മാരാണ്. നിങ്ങൾക്കത് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്തൊക്കെയോ നുണ പറയുകയാണ്. പേടിയില്ലെന്നോ? നീ പേടിക്കൂലെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. മല്ലിക വന്നാ നീ തീർന്നു. നിങ്ങൾക്ക് ഇപ്പൊ പേടിയാവുന്നില്ലല്ലേ? ഞാൻ പേടി വരുത്തി തരാം. ഇപ്പൊ കണ്ടോളൂ. ഇതെന്താ ഒരു പ്രാണിയെ പോലെ മാറിയിരിക്കുന്നത്? സുൽത്താൻ, ഞാൻ പ്രാണിയല്ല, നിന്റെ കൂട്ടുകാരനാണ്. ഇപ്പോ നിന്നെ എന്ത് ചെയ്യണം? എന്നെ ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ ആദ്യം മുതലേ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. ഞാനൊരു സാധാരണ കള്ളനാണ്. ഭക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഈ ക്രൗൺ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോണ്ട് പോയിക്കോ. നീ അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇനിയിപ്പോ പോലീസ് ഒന്ന് നമ്മളെ അറസ്റ്റ് ചെയ്തോണ്ട് പോണെന്നാ നീ പറയുന്നത്? അതും സാരമില്ലാന്നിരിക്കട്ടെ, ഭൂതത്തിന്റെ കയ്യിൽ പോയി പെടാനാ പറയുന്നേ. ജീവനോടെ പോണോ വേണ്ടേ? ഇന്നാ ഇത് വാങ്ങിച്ചോളൂ. നമ്മുടെ ജോലി എത്ര പെട്ടെന്നാ തീർന്നു കിട്ടിയത്. ഇവരുടെ കഥയും കഴിഞ്ഞു, നമ്മുടെ സ്റ്റോറിയും കഴിഞ്ഞു. നീ ശരിക്കും ഒരു വിഡ്ഢിയാനടാ ബക്ക. ആ 3 പേരും എങ്ങോട്ടാ പോയത് ബോസേ? ഇതാ മല്ലിക കൊടുങ്കാറ്റില്ലേ, അവളാണ് കൊടുങ്കാറ്റ് പോലെ കൊണ്ടുപോയി കളഞ്ഞത്. എത്ര പവർഫുൾ ആണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ എന്ത് നടക്കരുതെന്ന് കരുതി അത് നടന്നല്ലോ. ശരി, സംഭവിക്കാനുള്ള സംഭവിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഇതൊന്നും കഴിക്കുന്ന സമയമല്ല. ശരിയാണ് പറഞ്ഞത് പക്കേല, ഇത് ലോകത്തെ രക്ഷിക്കുവാനുള്ള സമയമാണ്. ആ മല്ലിക കൊടുങ്കാറ്റ് അതിഭയങ്കരമായ മന്ത്രശക്തി ഉള്ളവളാണ്. അവളെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. ഞങ്ങൾ റെഡിയാണ് ഭൂതം ബോസേ. വരൂ. നിന്റെ ലെവല് വേറെ തന്നെയാ സുൽത്താൻ. എത്ര വേഗം ഇവിടെ എത്തിയത്. നീ പറഞ്ഞത് ശരി തന്നെയാണ്. എന്റെ അടുത്ത് എല്ലാ പവറും ഉണ്ട്. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെയാണോ? ഈ ക്രൗണിന് വേണ്ടിയല്ലേ നമ്മൾ വേഗം എത്തിയത്? ആഹാ, സുൽത്താൻ എന്നെ സംശയമായി തുടങ്ങിയല്ലേ? ആ ക്രൗൺ ഉള്ളതുകൊണ്ടല്ല നമ്മൾ വേഗം എത്തിയത്. ഇവരാണ് ഇതിനെല്ലാത്തിനും കാരണം. ഈ ക്രൗൺ ഉള്ളതുകൊണ്ടല്ലേ എല്ലാം നടന്നത്. ഈ ക്രൗണിന്റെ അവകാശികൾ അവരുടെ ജോലി തുടങ്ങി കഴിഞ്ഞു. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുകൊണ്ട് നമ്മുടെ ജീവന് വരെ ആപത്താണ്. അതുകൊണ്ട് ഇതോടുകൂടി നമുക്ക് ഇതെല്ലാം അവസാനിപ്പിക്കാം. ഞാനൊരാളെയും പേടിക്കേണ്ട കാര്യമില്ല. വെറുതെ സുൽത്താനൊന്നും പേടിപ്പിക്കല്ലേ. എത്ര വലിയ യോദ്ധാവാണെന്നറിയോ? നിനക്ക് പേടിയൊന്നുമില്ലേ സുൽത്താൻ? കാറ്റിൽ നീ പറന്നു വന്നില്ല, അത് എന്തുകൊണ്ടാണ് നിനക്ക് അറിയോ? രണ്ടുപേരും ഇങ്ങനെ കള്ളം പറയുന്നത്. മിണ്ടാതിരിക്കെ, എനിക്കൊന്നും പേടിയില്ല. അത് കൊണ്ടുവന്നേ, ഈ ക്രൗണോടെ വച്ചു നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത്. സുൽത്താൻ വേണ്ട, നീ ഇത് വിശ്വസിച്ചേ പറ്റൂ. ഇതിലെന്തോ അപകടമുണ്ട്, അതുകൊണ്ട് വേണ്ട. ഇത് വേണ്ടാന്നേ, അനുസരിക്കാണ്ട് പോവാണല്ലേ. സുൽത്താന് പേടിയൊന്നുമില്ല. ഈ കൊടുങ്കാറ്റിനൊന്നും ഞാൻ പേടിക്കില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കോളാം. സുൽത്താൻ, നീ നാടിന്റെ വീരനാണ്. ഞാൻ പറഞ്ഞ പോലെ ഇവൻ പൂച്ച എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇവൻ സിംഹമാണെന്ന് അറിയില്ല. ഇത് നോക്കിയ കൊടുങ്കാറ്റ്, ഞാനാണ് സുൽത്താൻ ചെകുത്താൻ. നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ
എന്നെ കുറിച്ച് അറിയാതെയാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്. എന്റെ ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്, അറിയാമോ? ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയത് ഞാനാണ്. ഈ ലോകത്ത് നീ വേണോ വേണ്ടയോ എന്ന് അത് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കാണ്. ദൂരേക്ക് എറിയുന്നതിന് ഞാൻ. നീ എന്ത് പറഞ്ഞാലും കൊള്ളാം, ഞങ്ങളുടെ സുൽത്താൻ അങ്ങനെ പേടിക്കുകയൊന്നുമില്ല. ഇത് നോക്ക്, നിങ്ങളുടെ ഈ സംസാരം കേട്ട് ഞാൻ എന്തുകൊണ്ട് ക്ഷമിക്കുന്നേന്ന് അറിയാമോ നിനക്ക്? വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ആ കല്ലിൽ നിന്ന് മോചനം ലഭിക്കാൻ നിങ്ങൾ ഒരു കാരണമായതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കഥ കഴിച്ചേനെ ഞാൻ. നിങ്ങൾ എന്തായി പറയുന്നേ? ഞാനിപ്പോ വിചാരിച്ചാ നിങ്ങളെ 3 പേരെയും എനിക്ക് കൊല്ലാൻ സാധിക്കും, അറിയാമോ? എങ്കിലും നിങ്ങളെ കൊല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നിങ്ങൾ ഉപകാരം ചെയ്തതുകൊണ്ട്. പോകുന്നുണ്ട് അവിടുന്ന്. എനിക്ക് നിങ്ങളുടെ മാപ്പൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നിന്റെ ആ കിരീടമാണ്. കിരീടമോ? നിന്റെ കൈവശമുള്ള എല്ലാ സ്വർണങ്ങളും ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ നേരിട്ട് കണ്ടിട്ട് പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നീ സത്യം മനസ്സിലാക്കി ബക്ക. ഇവർ രണ്ടുപേരും സത്യം മനസ്സിലാക്കാനുള്ള സമയമാണിത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുകയാണ്, ഇവർക്കൊന്ന് മാപ്പ് കൊടുക്ക്. അവരിനി ഇതുപോലെ ഒന്നും ആവർത്തിക്കില്ല. ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഞാൻ അപേക്ഷിക്കുകയാണ്, അവർക്ക് മാപ്പ് കൊടുത്തേക്ക്. സുൽത്താൻ, നിന്റെ സുഹൃത്തിന് വേണ്ടി ഞാൻ ഇത്തവണയും നിന്നോട് ക്ഷമിക്കുകയാണ്. പ്രകൃതി വ്യതിയാനങ്ങൾ മാറുന്നു. അവള് പുറപ്പെട്ടെന്നാണ് തോന്നുന്നത്. മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് ലീവാണ്. വാ പോകാം. ഹക്ക, ഇതെന്താ സ്കൂളാണെന്ന് വിചാരിച്ചോ? മഴ പെയ്താൽ അവധി വിടാനായിട്ട്? അങ്ങനെയെന്ന് വെച്ചാല് നിങ്ങൾ 3 പേരും ഇവിടെ എന്റെ അടിമയായി ജീവിക്കണം. ഇതൊരിക്കലും നടക്കാനേ പോകുന്നില്ല. എന്താന്ന് വെച്ചാൽ സുൽത്താൻ ആരുടെ കീഴിലും അടിമ ജോലി നോക്കാറില്ല. സത്യമാണ്. ഇവിടെ ഇപ്പൊ എന്താ സംസാരിക്കുന്നത്? ഒന്ന് സമാധാനമായിട്ടിരിക്കൂ. ശരിയാണ് പറഞ്ഞത് ബക്ക. എന്റെ ലോകം നശിപ്പിക്കാനായിട്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരിക്കലും അവരോട് ക്ഷമിക്കാൻ കഴിയില്ല. എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ അവരെ തടുക്കും. നിങ്ങളെ കൊണ്ട് ആകും വിധം നിങ്ങൾ ശ്രമിക്കണം. അവര് 3 പേരും ഭൂതങ്ങളാണ്. അവരെ എതിർത്തിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ അടുത്ത് ആ കിരീടം വരെ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ ശരിക്കും ഭൂതങ്ങൾ തന്നെയാണോ? അതറിയാതെയാണോ ഞാൻ അവരുടെ അടുത്ത് എതിർത്ത് നിന്നത്? ഭൂതങ്ങളോ? അതെ, നിങ്ങളുടെ കിരീടം എടുത്ത് അവർക്ക് കൊടുക്കാമെന്ന് എന്തോരം നിർബന്ധിച്ചെന്നറിയോ? പക്ഷേ സുൽത്താൻ അത് കൊടുത്തില്ല. സുൽത്താനല്ല കാരണം, മല്ലിക നിങ്ങളാണ് ഇതിന് കാരണം. നിങ്ങളല്ലേ കൂട്ടിക്കൊണ്ട് വന്നത്. ശരിയാണ് പറഞ്ഞത് ബക്ക. നിങ്ങൾ 3 പേരും ചേർന്നാണ് ഇവർ 3 പേരെയും ആക്രമിക്കേണ്ടത്, മനസ്സിലായോ? പക്ഷേ മല്ലിക, ഭൂതത്തിനെ എതിർത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറ്റില്ല. കാരണം അവർ ഈ ലോകത്തെ രക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവര് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ സഹായത്തോടു കൂടി നിങ്ങൾ 3 പേരുമാണ് അവരോട് ആക്രമിക്കാൻ പോകുന്നത്. അവരെ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭൂതലോകത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ അവർ വെറുതെ ഇരിക്കുമോ? അതൊക്കെ ഭൂതങ്ങളാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. ഞങ്ങൾ 3 പേരും എങ്ങനെ അവരുടെ അടുത്ത് എതിർത്ത് നിൽക്കുന്നത്? ഇത് നിങ്ങളാണോ പറയുന്നത് സുൽത്താൻ? ആദ്യമായിട്ടാണ് സുൽത്താൻ ഒരു സത്യം പറയുന്നത്. ഈ മല്ലികയുടെ ശക്തി ഉപയോഗിച്ച് നിങ്ങളെ ഞാൻ മാറ്റാൻ പോവുകയാണ്. എങ്കിൽ മാത്രമേ ഇവർ 3 പേരെയും നിങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയൂ. ഈ 3 പേരെയും ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ശക്തി ഉപയോഗിക്കേണ്ടി വരും. എന്തൊക്കെ സംഭവിച്ചാലും ഈ ലോകത്തിന്റെ അധികാരം എന്റെ കയ്യിലായിരിക്കണം. എന്റെ ഈ കൊടുങ്കാറ്റിന്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങൾ 3 പേരും ശക്തിയുള്ളവരായി മാറട്ടെ. സുൽത്താൻ, ഹക്ക, നിങ്ങൾ മര്യാദയ്ക്ക് നിൽക്കൂ. നിങ്ങൾ ഇതിനെ അനുവദിക്കണം. ഇപ്പോൾ നിങ്ങൾ തികഞ്ഞ വീരന്മാരായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ 3 പേരും പോയി അവർ 3 പേരെയും പിടിച്ചു കൊണ്ടുവരൂ. ഞാൻ എന്റെ ശക്തി കൂട്ടാൻ ശ്രമിക്കട്ടെ, എല്ലാം പിടിച്ചടക്കാനായി.
പക്ഷേ ഭൂതങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമല്ലോ അല്ലേ? അതെ, നിങ്ങളുടെ ഈ വസ്ത്രങ്ങൾ സാധാരണ വസ്ത്രങ്ങളല്ല, അവരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയുള്ളതാണിത്. ഇതുള്ളപ്പോൾ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പോകൂ, ഞാൻ പറഞ്ഞ പ്രകാരം ചെയ്യൂ. എന്റെ കിരീടം കൊണ്ട് നിങ്ങൾക്ക് ലോകം സംരക്ഷിക്കണമല്ലേ? നിങ്ങളുടെ ഈ തീരുമാനം തെറ്റാണ്. എല്ലാവരും വേഗം വരൂ. ഈ ലോകത്തെ മുഴുവൻ ശക്തിയും എന്നിലേക്ക് വരട്ടെ. അതെനിക്ക് കിട്ടിയേ പറ്റൂ. ഇതെന്താണ്? അവരുടെ കളി തുടങ്ങിയിരിക്കുന്നു. ഇനി നമ്മൾ ക്ഷമിക്കാൻ പാടില്ല. പക്കേല റെഡി. ഇവരെങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ കരുതിയതിനേക്കാളും ഇവർ ബലശാലികളാണ്. ഇവർ എത്ര ശ്രമിച്ചാലും എന്നിൽ നിന്ന് ഒരു വസ്തു പോലും ഇവർക്ക് കൈക്കലാക്കാൻ കഴിയില്ല. എന്റെ നിധികൾ ഇവരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും സംരക്ഷിക്കേണ്ടതുണ്ട്. ശത്രുക്കളുടെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി എന്നെയും എന്റെ നിധിയെയും ഞാൻ സംരക്ഷിച്ചേ മതിയാകൂ. നിങ്ങൾ മല്ലികയുടെ കൂടെ ചേർന്ന് വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് കേൾക്കൂ. ആ കിരീടം എന്റെ അടുത്തേക്ക് തരൂ. ഈ സുൽത്താന് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ സമയമില്ല. നിങ്ങളെ 3 പേരെയും തോൽപ്പിച്ചിട്ട് മല്ലികയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തണം. അതാണ് ഞങ്ങളുടെ ജോലി. അവന്റെ ഉള്ളിൽ എന്തോ ഒരു ശക്തിയുണ്ട്. നിങ്ങൾക്ക് എന്ത് തന്നെ ശക്തിയുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഭയങ്കര ശക്തിയുള്ള ഭൂതമാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയല്ലോ. സുൽത്താൻ, നിന്റെ ശിൽബന്ദികളെയും വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോളൂ. ഞങ്ങൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. താല്പര്യമില്ല. അവൻ അടിക്കാൻ നോക്ക്. സുൽത്താൻ, അവര് നമ്മുടെ നല്ലതിന് വേണ്ടി അവർ പറയുന്നത്. തെറ്റിദ്ധരിക്കണ്ട. നമുക്കും അവരെ പോയെന്ന് സഹായിക്കാം. മല്ലികയാണ് ഈ ലോകം ഭരിക്കുന്നതെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക? അതെനിക്കും അറിയാം. ഞാനും ഇവരും ചേർന്നൊരു മത്സരം നടത്താം. സുൽത്താൻ, എന്താണ് ഈ സംസാരിക്കുന്നത്? നമ്മൾ മല്ലിക പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് വഴക്കിടേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്വർണം കിട്ടുള്ളൂ. അവർ നമുക്ക് തരും. നീ എന്തിനു വേണ്ടിയാ ഇവർക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത്? മനസ്സിലായി. 2 ഭാഗത്തുനിന്നും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മല്ലികയ്ക്കെതിരായിട്ട് പോരാടണം. പക്ഷേ അകത്ത് നിന്ന് അവർ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതും കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് മല്ലിക കണ്ടിട്ടുണ്ടാവും. കണ്ടുകൊണ്ടിരിക്കുന്ന പടം എന്താണെന്ന് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുക. സത്യം അവൾക്ക് അറിയില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഭൂതം ബോസേ. അതെ, സുൽത്താൻ പറയുന്നതാണ് ശരി. അതാണ് കറക്റ്റ്. ഭൂതം ബോസേ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കാൻ പോവുകയാണ്. വളരെ നന്നായി. എങ്കിൽ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ.
ഈ സത്യം അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല അവര്. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ അകത്തേക്ക് പോകണം. അവരുടെ മുഴുവൻ ശക്തിയും നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കണം. ഇവർ എന്റെ ഈ ലോകത്തേക്ക് കടക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും ഇല്ല. അതേ ഭൂതം ബോസേ, അവരിവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്തൊക്കെയോ മാന്ത്രിക ശക്തികൾ ചെയ്യുകയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതെ അതെ. മുഴുവൻ ശക്തിയും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ലോകത്തെ സംരക്ഷിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമാണ്. ഇനി കണ്ടോളൂ എന്റെ കളി. മല്ലിക, കൊടുങ്കാറ്റ്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അവർ എത്തിയോ? ഭൂതങ്ങളെ പിടിച്ച് അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മല്ലിക, ഇങ്ങോട്ട് വരൂ. നിങ്ങൾ പറഞ്ഞ മാതിരി ഭൂതങ്ങളൊക്കെ ഇതാ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും വെയിറ്റ് ഉണ്ട്. ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതിന് കഴിഞ്ഞുവോ? സുൽത്താൻ എത്ര വലിയ ആളാണെന്നറിയോ? മല്ലികയാണെങ്കിൽ അതിലും വലിയ ആള്. രണ്ടുപേരും വലിയ ആൾക്കാരാ. ഓവർ ആക്ടിങ് ചെയ്യേണ്ട, ശരിക്കും പിടിക്കപ്പെടും. എന്താ ഈ പറയുന്നത്? മല്ലികാവൃകളെ, ഞങ്ങളവരെ പിടിച്ചിട്ട് വന്ന് നോക്കാനാ പറഞ്ഞത്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഭൂതങ്ങളെ ഞങ്ങൾ പിടിച്ചെടുത്തത്. ശരി, നിങ്ങൾ എങ്ങനെയാണ് ഈ 3 പേരെയും പിടിച്ചുകൊണ്ടുവന്നത്? നിങ്ങളുടെ ശക്തി കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റിയത്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ബുദ്ധിയും. ഞങ്ങൾ ജയിച്ചല്ലോ. നിങ്ങൾ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ നടന്നത്. ശരി, ഞാൻ പ്രതീക്ഷിച്ച പോലെ നിങ്ങൾ ചെയ്തിരിക്കുന്നു. പ്രത്യുപകാരമായി ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? വാവ്! അതിനു മുമ്പ് ഇവർക്കുള്ള ശിക്ഷ നമുക്ക് നടപ്പിലാക്കണ്ടേ? അതെ അതെ, സുൽത്താൻ വലിയ ആള്, മല്ലികയാണെങ്കിൽ അതിലും വലിയ ആള്. ഇപ്പൊ ഭൂതങ്ങൾ നമ്മുടെ കയ്യില്. എന്റെ ഈ ലോകത്ത് എന്റെ മന്ത്രശക്തിയേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. നിങ്ങൾ 3 പേരും എന്നോട് നുണ പറഞ്ഞു. നിങ്ങൾക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വിശ്വാസവഞ്ചനയാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങളെ വിടില്ല ഞാൻ. മല്ലിക, നിന്റെ തെറ്റുകൾ ഇവിടെ അവസാനിപ്പിച്ചോളൂ. ഇനി അത് ആവർത്തിക്കരുത്. അതെ, ഇനി മുതൽ നിന്റെ കളി ഇവിടെ നടക്കില്ല, കേട്ടോ? ഞാൻ തനിച്ചല്ല, എന്റെ ശക്തി മുഴുവൻ എന്നോടൊപ്പമുണ്ട്. ശക്തിയോ? എവിടെ ഉള്ളത്? ഉം. എന്റെ ശക്തിയും എന്റെ നിധിയും എല്ലാം ഇവരാണ്. ഇതാണോ നിങ്ങളുടെ നിധിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രൊഫസർ എന്നോട് പറഞ്ഞതാണ്, പക്ഷെ ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഈ ആർമിയെ നമുക്കിപ്പോൾ എതിർത്തേ പറ്റൂ. ഭൂതം ബോസ്, നിങ്ങൾ ഇത് അവര് നോക്കിക്കോളൂ, ഇവര് ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ കരുതിയതിനേക്കാൾ നിങ്ങൾ ശക്തിശാലികളാണ്. എന്നാൽ എന്നെ നശിപ്പിക്കാൻ മാത്രം നിങ്ങളായിട്ടില്ല. ഞാൻ ഭൂതം ബോസാണ്. ഈ ലോകത്തെല്ലാവർക്കും നല്ലത് നടക്കാൻ മാത്രമേ ഞാൻ വിചാരിക്കൂ. നീ അങ്ങനെ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പൊയ്ക്കോ. അല്ല, തക്കേലും പക്കേലും എവിടേക്ക് പോയി? നിങ്ങളെല്ലാം എന്റെ യോദ്ധാക്കളാണ് പോലും. എനിക്ക് നാണമാകുന്നു. പക്കേല, അവിടെ നിൽക്ക്. Go!
നിങ്ങളുടെ ശക്തികൾ ഉപയോഗിക്കാതിരിക്കൂ. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. ഈ മല്ലികയെ എതിർക്കാൻ ആർക്കും കഴിയില്ല. അത് ഞാനിപ്പോൾ നിങ്ങളെ തെളിയിച്ചു കാണിക്കാം. ഉവ്വ. ഉവ്വ. ജാഗ്രത സുൽത്താൻ പക്കേല സൂപ്പർ തക്കേല, ഞാനൊരു സൂപ്പർ ഹീറോ ആണെന്ന് മനസ്സിലായല്ലോ. ഞാൻ സൂപ്പർ ഹീറോയാണ്. എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നില്ലേ? വലിയ സന്തോഷത്തോടെ ഇത് ചിരിക്കല്ലേ. ആദ്യം നമുക്ക് നമ്മുടെ ഭൂതം ബോസ് എവിടെയുള്ളതെന്ന് അന്വേഷിക്കാം. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പോയി ആ നിധി എവിടെയാണെന്ന് അന്വേഷിക്കേ. അത് മാത്രമല്ല, അവരുടെ കൂടെ വേറെ ആൾക്കാരുണ്ടോന്ന് നോക്കണം. ഭൂതം ബോസേ, നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാം. തക്കേല, വേഗം ഇതിലിരിക്കെ. നീ ചെന്ന് ഉന്നം നോക്കി അടിക്കണം കേട്ടോ. അടിപൊളി. ഭൂതം ബോസ്, എന്നോട് വേണ്ട നിങ്ങളുടെ ഈ കുട്ടികളി. എന്നെ നിങ്ങൾക്ക് തൊടാൻ പോലും കഴിയില്ല. ഞാൻ ഭൂതം ബോസാണ്, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പൊയ്ക്കോ. തക്കേല, ഇനിയും നല്ലോണം വലിക്ക്. അങ്ങനെ തന്നെ. എന്റെ കൈ പൊട്ടിയാലും സാരമില്ല. ഈ ലോകത്തെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തോടെ പൊയ്ക്കോ. സബാഷ് തക്കേല പക്കേല, നിങ്ങൾ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. കൃത്യസമയത്ത് തന്നെയാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത്. അവരുടെ മാജിക് ഇപ്പോൾ പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത സ്ഥിതിയിലാണ് അവരുള്ളത്. ഭൂതം ബോസേ, നമ്മൾ 3 പേരും ഒരുമിച്ചാണ് ചെയ്തത്. നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇതാ നിങ്ങളെ എതിർക്കാനും എന്റെ ശക്തിയെ സംരക്ഷിക്കാനും പോകുന്നു. എന്റെ ഈ കൊടുങ്കാറ്റിനെതിരെ ചലിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഓ, നീ ഞങ്ങൾക്ക് നല്ല ടഫാണല്ലോ തരുന്നത്. പക്കേല പക്കേല, അവസാനമായിട്ട് നിങ്ങൾ ഒരിക്കൽ കൂടി അറ്റാക്ക് ചെയ്യൂ. ഭൂതം ബോസ്, എനിക്ക് എന്റെ ജീവിതം തിരിച്ചു വേണം. ഈ ലോകത്തിനെ ഭൂതം ബോസ് രക്ഷിച്ചു. നിങ്ങളോട് ക്ഷമിക്കുകയും ചെയ്തു. ഭൂതം ബോസേ, ഈ ലോകത്തെ രക്ഷിച്ച സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഞാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി എടുത്തോണ്ട് വരട്ടെ. ഇന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യണ്ട, ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു തരാം. എവിടേക്കാ പോകുമോനെ ഭൂതം ബോസേ? ഭൂതലോകത്തിലുണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട്.
ആ സ്ഥലത്ത് നോക്കുവാണെങ്കിലേ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട്. അവിടെ പോകുന്നു, നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നു. 100 ഫ്ലേവറിലാണ് അവിടെ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുന്നത്. അതും നമുക്ക് കഴിക്കാം. നല്ല ഐഡിയ ആണ് ഭൂതം ബോസേ, കൊള്ളാം. വരൂ, എന്തായാലും ലോകം രക്ഷിച്ചല്ലോ, ഇനി ഐസ്ക്രീമിന് ചെന്ന് രക്ഷിക്കാം.